കോഴിക്കോട് ജില്ലയിൽ ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം. മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞതിന് പിന്നാലെ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ഈ മാസം 21 വരെ ജില്ലയിൽ ആനകളെ എഴുന്നള്ളിക്കരുത് എന്നാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ നൽകും കോഴിക്കോട്ട്. അഭിജിത്ത്, ഈ തീരുമാനം ഉന്നതതല യോഗത്തിലാണോ കൈക്കൊണ്ടിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കൊയിലാണ്ടിയിലെ ക്ഷേത്രത്തിൽ, മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഈ ഒരു വലിയ ദുരന്തം ഉണ്ടായതിന് പിന്നാലെയാണ് ADMന്റെ അധ്യക്ഷതയിൽ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി ചേർന്നത്. അതിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഒരാഴ്ചത്തേക്ക് കോഴിക്കോട് ജില്ലയിൽ ആന എഴുന്നള്ളിപ്പുകൾ, ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളിപ്പുകൾ നിർത്തിവയ്ക്കാനുള്ളതാണ് തീരുമാനം. ഒപ്പം തന്നെ ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ രജിസ്ട്രേഷൻ ഇല്ലാത്ത ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളിപ്പുകൾ നടത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം നിലവിലുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ആ ക്ഷേത്രത്തിൽ നിന്ന് ആനയെ നിരോധിക്കാനുള്ള ഒരു തീരുമാനം കൂടി നിലവിൽ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിന്റെ രജിസ്ട്രേഷൻ, ഈ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ രജിസ്ട്രേഷൻ ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു. അത് റദ്ദാക്കാനുള്ള ഒരു തീരുമാനം കൂടി നിലവിൽ ഈ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗത്തിന് ശേഷം വന്നിട്ടുണ്ട്. ഏതായാലും കർശനമായ ചില നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ് വിജയകുമാർ. കാരണം നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനം കൃത്യമായി അവിടെ ഉണ്ടായി എന്നുള്ളൊരു കണ്ടെത്തൽ അഭിജിത്ത്, ഇതിലിപ്പോൾ വനമന്ത്രിക്ക് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നടപടികൾ ഇപ്പോൾ പോലീസിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ? ഈ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടു എന്നതടക്കം കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ചട്ടലംഘനത്തിനൊക്കെയുള്ള നടപടികൾ വേറെ ഉണ്ടാകും എന്ന് കരുതാം, അല്ലേ? തീർച്ചയായും വിജയകുമാർ, അക്കാര്യത്തിൽ സംശയമില്ല. ഈ റിപ്പോർട്ടിൽ തന്നെ അക്കാര്യം ശുപാർശ ചെയ്യുന്നുണ്ട്. ഈ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ടെന്നും അതിന് കാരണക്കാരായവർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള, അതിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് വനം വകുപ്പ് നിലവിൽ വനം മന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. അതിൽ ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ളവ വരും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. നിലവിൽ അങ്ങനെയൊരു ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ ഒരു കേസ് കൊയിലാണ്ടി പോലീസ് എടുത്തിട്ടുണ്ട്. അതിൽ നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ ഇനി ഒരു പക്ഷേ ഈ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെയൊക്കെ ഇത്തരത്തിലൊരു കേസ് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനം ഉണ്ടായ സംഭവത്തിൽ നടപടി തീർച്ചയായും ഉണ്ടാകും. വനം മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ഒപ്പം തന്നെ ഇക്കാര്യത്തിന് വനം വകുപ്പ് കൂടി ശുപാർശ ചെയ്യുന്നുണ്ട് വിജയകുമാർ. യെസ്, അപ്പോൾ അവിടെ ചട്ടലംഘനം പ്രകടമാണ്. അത് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ ആന എഴുന്നള്ളിപ്പിന് ഈ മാസം 21 വരെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.